കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. അവരെ പറിച്ചു കളഞ്ഞ ശേഷം ഞാൻ വീണ്ടും അവരോട് കരുണ കാണിച്ച് ഓരോരുത്തനെ അവനവൻ്റെ അവകാശത്തിലേക്കും ദേശത്തിലേക്കും തിരിച്ചു വരുത്തും. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദുഷ്ടന്മാരായ അയൽക്കാരുള്ള സ്ഥലത്ത് താമസിച്ചിരുന്ന യഹൂദ ജനത്തെപ്പറ്റി യിരെമ്യാവെന്ന പ്രവാചകൻ പ്രവചിക്കുന്നൊരു ഭാഗമാണ് നമ്മളവിടെ വായിച്ചത്. ഇവിടെ ശ്രദ്ധിക്കുന്ന എങ്ങനെയാണ്, ദുഷ്ടന്മാരുടെ ഒരു കൂട്ടം യഹൂദയ്ക്ക് ചുറ്റും അവരെ തകർക്കുന്ന തരത്തിൽ, അവരെ നശിപ്പിക്കുന്ന തരത്തിൽ, അവിടെ ശൂന്യമാക്കുന്ന തരത്തിലൊക്കെ അവിടെ നിൽക്കുന്ന മേഖലകൾ അവിടെയുണ്ട്. അതിൻ്റെ 14-ാമത്തെ വാക്യം, അതായത് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-14 മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന് കൊടുത്തിരുന്ന അവകാശത്തെ തൊടുന്ന ദുഷ്ടന്മാരായ എൻ്റെ എല്ലാ അയൽക്കാരെയും കുറിച്ച് യഹോവ അരുളി ചെയ്യുന്നത്. അപ്പം യിരെമ്യാവിനെ വ്യക്തിപരമായിട്ട് ഉപദ്രവിച്ച ചില ദുഷ്ടന്മാർ, അവിടെ ശ്രദ്ധിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, ഇസ്രായേലിന് കൊടുത്തിരുന്ന അവകാശത്തെ തൊടുന്ന ദുഷ്ടന്മാർ അല്ലേ. അടുത്ത് എൻ്റെ എല്ലാ അയൽക്കാർ. അപ്പം ഇസ്രായേലിൻ്റെ അവകാശത്തെ തൊടുന്ന യിരെമ്യാവിൻ്റെ അയൽക്കാരായ ദുഷ്ടന്മാരെ സംബന്ധിച്ചാണ് അരുളപ്പാട് ദൈവം പറഞ്ഞു. എന്തുവാണ്? ഞാൻ അവരെ അവരുടെ ദേശത്ത് നിന്ന് പറിച്ചു കളയും, യഹൂദ ഗ്രഹത്തെ ഞാൻ അവരുടെ ഇടയിൽ നിന്ന് പറിച്ചു കളയും. ശ്രദ്ധിച്ചോ? അപ്പം ശ്രദ്ധിക്കണം, ദുഷ്ടന്മാർ നമ്മളെ തൊടുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവകരമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഒരിക്കലും ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന തൻ്റെ ജനം ദുഷ്ടൻ്റെ കൈക്കീഴിൽ, അല്ലെങ്കിൽ ദുഷ്ടൻ്റെ ചിന്തയുടെ കീഴിൽ, ബുദ്ധിയുടെ മണ്ഡലത്തിന് കീഴിൽ കിടന്ന് ഞെരിഞ്ഞ് അമരുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. അവിടെ നിന്ന് നമ്മളെ നിശ്ചയമായിട്ട് മാറ്റുവാൻ തക്കവണ്ണം ഇടയാകും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഏതെങ്കിലും ശത്രുക്കൾ മാനസികമായോ പൈശാചികമായോ നിങ്ങളെ കാലങ്ങൾ കൊണ്ട് ഞെരുക്കി ഭാരപ്പെടുത്തി ഓരോ ദിവസവും നിങ്ങളിങ്ങനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നടുവിലൊക്കെ നിങ്ങളെ ദൈവം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയാം, ഒന്നീ അവരെ ദൈവം നീക്കും, ഇല്ല എങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് ദൈവം പറിച്ച് മാറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നിട്ട് ഇവിടെ പറയുന്ന യഹൂദാഗ്രഹത്തെ ഞാൻ അവരുടെ ഇടയിൽ നിന്ന് പറിച്ചു കളയും. അടുത്ത 15-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ഞാൻ അവരെ പറിച്ച് കളഞ്ഞു, എങ്കിലും ഞാൻ അവരോട് കരുണ കാണിച്ച് സ്തോത്രം ഓരോരുത്തനെ അവനവൻ്റെ അവകാശത്തിലേക്കും ദേശത്തിലേക്കും ദൈവം എന്ത് ചെയ്യുമെന്നാണ് തിരിച്ചു വരുത്തുമെന്നാണ്. എൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? നമ്മൾ അനുഭവിക്കേണ്ട, നമ്മൾ സ്തോത്രം ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട, ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരേണ്ട നമ്മളുടെ അവകാശമായ പലതും സ്തോത്രം പലതിൽ നിന്ന് നമ്മൾ ഒരുപക്ഷെ പറിച്ചു മാറ്റപ്പെട്ടുവെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ആ പറിച്ചു മാറ്റ ഇടത്തു നിന്ന് സ്തോത്രം എവിടെയാണോ നിന്നെ പറിച്ചു കളഞ്ഞത്, എവിടെയാണോ നീ തള്ളപ്പെട്ടത്, എവിടെയാണോ നീ പുറത്താക്കപ്പെട്ടത്, അവിടെ നിന്നെല്ലാം ദൈവം നിന്നെ തിരിച്ചു വരുത്തി. എങ്ങനെ? അവനവൻ്റെ അവകാശത്തിലേക്കും ദേശത്തിലേക്കും ദൈവം നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുമെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, എവിടെ നീ തകർന്നോ അവിടെ ദൈവം നിന്നെ പണിയും. എവിടെ നീ ഉടഞ്ഞോ അവിടെ നീ റീക്രിയേറ്റ് ചെയ്യപ്പെടും. എവിടെയാണോ നീ കരഞ്ഞത് അവിടെ നിനക്കൊരു സന്തോഷം ദൈവം തരും. എവിടെയാണോ നീ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ നീ ആക്ഷേപിക്കപ്പെട്ടത്, അവിടെ നിനക്കൊരു അനുഗ്രഹം തരാൻ ദൈവ ശക്തനാണ്. സ്വർഗം നിന്നെ തിരിച്ചു വരുത്തുവാൻ തക്കവണ്ണം ഇടയാകും. ഒരു വാക്കുകൂടെ പറയട്ടെ. സ്തോത്രം യാക്കോബ് എന്ന മനുഷ്യൻ ജ്യേഷ്ഠനെ പേടിച്ച് അപ്പൻ്റെ വീട് വിട്ട് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ലാബാന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്നത് ഒരു വടിയും ഒരു പൊക്കണവും മാത്രമാണ്. ഒരു തലയണ പോലും ഇല്ലാതെ സ്തോത്രം ലൂസ് എന്ന പട്ടണത്തിൽ കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങിയ ഒരു സാഹചര്യമുണ്ട്. എന്നാൽ 20 ആണ്ടുകൾക്ക് ശേഷം ദൈവം യാക്കോബിനെ മടക്കി വരുത്തുമ്പോൾ അനേകം ആടുമാടുകളും മൃഗസമ്പത്തുകളും ദാസീദാസന്മാരും ഭാര്യമാരും മക്കളുമായിട്ടൊരു വർധനവോടെയാണ് ദൈവം യാക്കോബിനെ തിരികെ കൊണ്ടുവന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, എവിടെയെങ്കിലും നീ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം നിന്റെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ സ്വർഗം നിന്നെ തിരിച്ചു വരുത്തും കേട്ടോ. ദൈവം നിന്നെ മടക്കി കൊണ്ടുവരും. നിന്റെ ദേശത്തേക്ക്, നിന്റെ അവകാശത്തിലേക്ക് ദൈവം നിന്നെ മടക്കി കൊണ്ടുവരും. അത് അനുഗ്രഹ പൂർത്തിയോടുകൂടെ ആയിരിക്കും. യേശാവെന്ന മനുഷ്യൻ, യാക്കോബിന്റെ ജ്യേഷ്ഠൻ, യാക്കോബിന്റെ മുൻപിൽ മുട്ടുമടക്കത്തക്ക രീതിയിൽ, തലവണങ്ങത്തക്ക രീതിയിൽ ദൈവം യാക്കോബിനെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് പലപ്പോഴും പലതും നമ്മുടെ തലയ്ക്ക് മീതെ ഇങ്ങനെ നിവർന്നു നിൽക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ആ തലയ്ക്ക് മീതെ നിവർന്നു നിൽക്കുന്നതിന് നിന്റെ തലയുടെ താഴെ കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. കാത്തിരിക്കുക. ഒരു
ദൈവപ്രവൃത്തി നിശ്ചയമായിട്ട് വെളിപ്പെട്ടു വരും. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ മഹത്വം നിശ്ചയമായിട്ടും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടി സന്ദേശം അനേകം ആയിരങ്ങൾക്ക് പ്രയോജനകരമായി മാറുവാൻ സ്വർഗമിടവരുത്തിയാട്ട്. സമസ്തവും ഏൽപ്പിക്കുന്ന മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.